നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് തുടർച്ചയായി ഗാസയിൽ കുരുതി തുടരുകയാണ് ഇസ്രയേൽ. വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിലും ഫലസ്തീനികൾക്ക് നേരെ വ്യാപക അതിക്രമം നടന്നു. ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം മാത്രം 5 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഖാൻ യൂനിസിന് നേർക്കാണ് രൂക്ഷമായ ആക്രമണമുണ്ടായത്. ജബാലിയയിൽ നിരവധി വസതികളും ആക്രമണത്തിൽ തകർന്നു. വെടിനിർത്തൽ ലംഘിച്ച് വീണ്ടും വ്യാപക ആക്രമണത്തിന് ഇസ്രയേൽ തുനിയുമെന്ന ആശങ്കകൾക്കിടയിലാണ് ഇത്തരത്തിൽ ഫലസ്തീനികൾ കഴിയുന്നത്. ചെറിയ രൂപത്തിലുള്ള കൂട്ടക്കുരുതി തന്നെയാണ് വെടിനിർത്തലിന്റെ മറവിലും ഇസ്രയേൽ ഗാസയിൽ തുടരുന്നത്. അധിനിവിഷ്ട വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിലും ആസൂത്രിത അതിക്രമങ്ങളാണ് ഇസ്രയേൽ സുരക്ഷാ സേനയും ജൂത കുടിയേറ്റക്കാരും നടത്തിവരുന്നത്. തെക്കൻ നബുലസ് പട്ടണത്തിൽ 3 ഫലസ്തീൻ വനിതകൾക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. ഖൽബിലിയ, ജെറുസലേം, ഹെബ്രോൺ എന്നിവിടങ്ങളിൽ ഇസ്രായേൽ സുരക്ഷാ സേന നിരവധി ഫലസ്തീൻ വസതികൾക്ക് ഇടിച്ചു നിരത്തി. വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീനികൾക്കെതിരായ ആക്രമണം ഗണ്യമാം വിധം വർദ്ധിച്ചതായി UN കുറ്റപ്പെടുത്തി. റഫ അതിർത്തി തുറന്ന് കൂടുതൽ സഹായം ഗസയിലേക്ക് അനുവദിക്കണമെന്ന വെടിനിർത്തൽ കരാർ വ്യവസ്ഥ ഇനിയും നടപ്പായില്ലെന്ന് UN ഏജൻസികൾ ചൂണ്ടിക്കാട്ടി. ദിനംപ്രതി 600 ട്രക്കുകൾക്ക് പകരം 100-നും 140-നും ഇടയിൽ ട്രക്കുകൾ മാത്രമാണ് ഗാസയിൽ എത്തിച്ചേർന്നതെന്ന് സർക്കാർ മാധ്യമ ഓഫീസ് അറിയിച്ചു. ഇതിനിടെ ഫലസ്തീൻ യുവാവിനെ സൈനികർ പീഡിപ്പിക്കുന്ന ദൃശ്യം പുറത്തുവിട്ട വിവാദത്തെ തുടർന്ന് രാജിവെച്ച ഇസ്രായേൽ പ്രതിരോധ സേന അഭിഭാഷക മേജർ ജനറൽ യിഫാത്ത് ടോമർ യെരുഷാൽമിയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് സേന. കഴിഞ്ഞ വർഷമാണ് ഇസ്രായേൽ സൈനികർ ഫലസ്തീനികളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത്. സൈനിക സേവനത്തിനെതിരെ കൂടുതൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നടത്തുമെന്ന ഹരീതി വിഭാഗത്തിന്റെ പുതിയ ഭീഷണി ഇസ്രയേലിൽ പ്രതിസന്ധി രൂക്ഷമാക്കി. അതീവ യാഥാസ്ഥിതിക ജൂത വിഭാഗമായ ഹരേദികൾ കഴിഞ്ഞ ദിവസം നടത്തിയ റാലിയിൽ ലക്ഷങ്ങളാണ് അണിചേർന്നത്. ഇതിനിടെ ലബനനിലും കൂട്ടക്കുരുതി തുടരുകയാണ് ഇസ്രയേൽ. ലബനനും ഇസ്രയേലും തമ്മിൽ 1 വർഷമായി നിലനിൽക്കുന്ന ദുർബലമായ വെടിനിർത്തൽ കരാറിന് മേൽ ഇസ്രയേലിന്റെ തുടർച്ചയായ ആക്രമണങ്ങൾ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. തെക്കൻ ലബനനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ കുറഞ്ഞത് 4 പേർ കൊല്ലപ്പെട്ടതായുള്ള ലബനൻ പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് മേഖലയിലെ സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുന്ന നടപടിയായി കണക്കാക്കണം. സ്വന്തം മണ്ണിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ലബനൻ നടത്തുന്ന നയതന്ത്ര ശ്രമങ്ങൾക്ക് മറുപടിയായി ഇസ്രയേൽ ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുകയാണെന്ന ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔണിന്റെ ആരോപണം ഈ കരാർ ലംഘനങ്ങളുടെ ഗൗരവം വ്യക്തമാക്കുന്നു. നബദിഹ് ജില്ലയിലെ കഫാർസീർ പട്ടണത്തിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണമാണ് ഏറ്റവും ഒടുവിലത്തെ കരാർ ലംഘനം. നവംബർ 1-ന് നടത്തിയ ഗൈഡഡ് മിസൈൽ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2023-ൽ ഗാസയിലെ ഫലസ്തീനികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെ ആക്രമണം ആരംഭിച്ചതോടെയാണ് സംഘർഷം രൂക്ഷമായത്. ഒക്ടോബർ 7-ന് തെക്കൻ ഇസ്രയേലിൽ ഹമാസിന്റെ നേതൃത്വത്തിൽ നടന്ന ആക്രമണങ്ങൾ തുടർന്നായിരുന്നു ഇത്. 1 വർഷത്തിലേറെ നീണ്ട പോരാട്ടത്തിനു ശേഷം 2024 നവംബറിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഇരുപക്ഷവും വെടിനിർത്തലിന് സമ്മതിച്ചു. എന്നാൽ വെടിനിർത്തൽ നിലവിലുണ്ടായിട്ടും ഇസ്രയേൽ സൈന്യം തെക്കൻ ലബനനിലെ 5 പ്രദേശങ്ങളിൽ നിലയുറപ്പിക്കുകയും ദിവസേന വ്യോമാക്രമണങ്ങൾ തുടരുകയും ചെയ്യുന്നതായി ലബനൻ ആരോപിക്കുന്നു. ഹിസ്ബുള്ളയെ ലക്ഷ്യമിടുന്നതായി ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും സാധാരണക്കാർ, പത്രപ്രവർത്തകർ എന്നിവർ പോലും ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം ഇസ്രായേൽ സൈന്യം ലബനനിൽ കുറഞ്ഞത് 111 സാധാരണക്കാരെ കൊന്നിട്ടുണ്ട്. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഒക്ടോബർ പകുതിയോടെ ഇസ്രയേലുമായി ചർച്ചകൾക്ക് പ്രസിഡന്റ് ജോസഫ് ഔൺ ആഹ്വാനം ചെയ്തിരുന്നു. തന്റെ നിർദ്ദിഷ്ട ചർച്ചകൾ ഇസ്രയേൽ അധിനിവേശം അവസാനിപ്പിക്കുവാൻ ശ്രമിക്കുമെന്ന് ഔൺ വ്യക്തമാക്കി. ലബനൻ പ്രദേശത്തു നിന്ന് ഇസ്രയേലി സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നയതന്ത്ര നീക്കം. എന്നാൽ ഹിസ്ബുള്ളയെ നിയന്ത്രിക്കുന്നതിലും നിരായുധീകരിക്കുന്നതിലും ലബനൻ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് ഇസ്രയേൽ ആരോപിക്കുന്നു. എന്നാൽ നിരായുധീകരിക്കുവാനുള്ള സമ്മർദ്ദത്തെ സായുധ സംഘമായ ഹിസ്ബുള്ള പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. വർദ്ധിച്ചുവരുന്ന പിരിമുറുക്കങ്ങളുടെ മറ്റൊരു സൂചനയായി ലബനൻ പ്രസിഡന്റ് ഔൺ ലബനൻ സായുധ സേനയ്ക്ക് തെക്കൻ മേഖലയിലെ ഏത് പുതിയ ഇസ്രയേലി കടന്നുകയറ്റത്തെ നേരിടാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇസ്രയേലിന്റെ ഏകപക്ഷീയമായ ആക്രമണങ്ങൾ ചെറുക്കാൻ ലബനൻ തങ്ങളുടെ പ്രതിരോധം ശക്തിപ്പെടുത്തുവാൻ നിർബന്ധിതരാവുകയാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഇസ്രയേൽ പട്ടാളക്കാർ അതിർത്തി പട്ടണമായ ബ്ലിഡയിൽ പ്രവേശിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഔണിന്റെ ഉത്തരവ് വന്നത്. ടൗൺ ഹാളിലേക്ക് ഇരച്ചുകയറിയ ഇസ്രയേലി സൈന്യം അവിടെ ഉറങ്ങുകയായിരുന്ന മുനിസിപ്പൽ ജീവനക്കാരൻ ഇബ്രാഹിം സലാമിയെ കൊലപ്പെടുത്തിയതായി സർക്കാർ ഉടമസ്ഥതയിലുള്ള ദേശീയ വാർത്താ ഏജൻസി NNA റിപ്പോർട്ട് ചെയ്തു. ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുവാനാണ് ഓപ്പറേഷൻ നടത്തിയതെന്ന് ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടു. കൂടാതെ ഉടനടി ഭീഷണികൾക്ക് മറുപടിയായാണ് സൈനികർ വെടിയുതിർത്തതെന്നും അവർ വാദിച്ചു. എന്നാൽ ഈ കൊലപാതകത്തിന് പിന്നിലെ കൂടുതൽ വിശദാംശങ്ങളോ തെളിവുകളോ ഇസ്രയേൽ നൽകിയിട്ടില്ല. സാധാരണക്കാരെയും മുനിസിപ്പൽ ജീവനക്കാരെയും ലക്ഷ്യമിടുന്ന ഈ നടപടി ഇസ്രയേൽ നടത്തുന്നത് കരാർ ലംഘനം തുടരുന്നതിന്റെ ഭാഗമായിട്ടാണ്.
ഇസ്രയേലിലെ ഏകപക്ഷീയമായ ആക്രമണങ്ങളും വെടിനിർത്തൽ കരാർ ലംഘനങ്ങളും മേഖലയെ വീണ്ടും സംഘർഷത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. സാധാരണക്കാരെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിടുന്ന ഇസ്രയേൽ നടപടികൾ ലബനൻ മണ്ണിൽ അധിനിവേശം അവസാനിപ്പിക്കുന്ന ലബനൻ സർക്കാരിന്റെ ആവശ്യത്തിന്റെ സാധുത വർദ്ധിപ്പിക്കുന്നു. അന്താരാഷ്ട്ര സമൂഹം ഈ കരാർ ലംഘനങ്ങളിൽ ഇടപെടുകയും ഇസ്രയേൽ സൈന്യത്തിന്റെ ലബനൻ മണ്ണിലെ സാന്നിധ്യം അവസാനിപ്പിക്കുകയും സമാധാനപരമായ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്യേണ്ടത് ഈ മേഖലയുടെ സുരക്ഷയ്ക്ക് അനിവാര്യമാണ്. ഇതിനിടെ ഇറാൻ വീണ്ടും ആണവ പദ്ധതിയിൽ സജീവമാകുന്നു. രാജ്യത്തെ ആണവ പദ്ധതി വീണ്ടും ശക്തിപ്പെടുത്തുവാനുള്ള നീക്കങ്ങൾ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ പ്രഖ്യാപിച്ചു. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങളിൽ തകർന്ന ആണവ കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുൻപത്തേക്കാൾ ശക്തമായ രീതിയിൽ ആണവ പദ്ധതികളുമായി രാജ്യം മുന്നോട്ടു പോകുമെന്നാണ് മസൂദ് പെസഷ്ക്യാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ടെഹ്റാനിലെ അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ ആസ്ഥാനത്താണ് പെസഷ്ക്യാൻ ഈ പ്രഖ്യാപനം നടത്തിയത്. ആണവ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ഇറാൻ പ്രസിഡന്റിന്റെ പ്രസ്താവന. ഫാക്ടറികളും കെട്ടിടങ്ങളും തകർത്തത് ഇറാനെ പിന്നോട്ടടിക്കില്ല. ഇതിനേക്കാൾ ശക്തമായ സൗകര്യങ്ങളാണ് ഇനി പുനർനിർമ്മിക്കുക എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ആണവ കേന്ദ്രങ്ങൾ മുൻപത്തേക്കാൾ ശക്തമായി പുനർനിർമ്മിക്കുമെന്നാണ് സൂചന നൽകിയിട്ടുള്ളത് ഈ പെസഷ്ക്യാൻ. ഇസ്രയേൽ US ആക്രമണങ്ങളിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് തകരാർ സംഭവിച്ചിരുന്നു. അറ്റോമിക് എനർജി ഓർഗനൈസേഷനിലാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ ആണവ കേന്ദ്രങ്ങളുടെ പുനർനിർമ്മാണത്തെക്കുറിച്ച് നിലപാട് വ്യക്തമാക്കിയത്. ഫാക്ടറികളും കെട്ടിടങ്ങളും തകർത്തത് തങ്ങൾക്ക് ഒരു വലിയ പ്രശ്നമല്ലെന്നും വീണ്ടും ശക്തമായ രീതിയിൽ അവ പുനർനിർമ്മിക്കുമെന്നുമാണ് ഇറാൻ വിശദീകരിക്കുന്നത്. ആണവ മേഖലയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു ഇറാൻ പ്രസിഡന്റിന്റെ പ്രതികരണം. ഇതിനിടയിലാണ് ടെഹ്റാൻ ആണവ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചാൽ വീണ്ടും ആക്രമണം നേരിടേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നാൽ അവ പുനർനിർമ്മിക്കുമെന്ന മസൂദ് പെസഷ്ക്യാൻ ഫെബ്രുവരിയിലും പ്രതികരിച്ചിരുന്നു. ജൂൺ മാസത്തിൽ 12 ദിവസം നീണ്ട ഇസ്രയേൽ യുദ്ധത്തിനിടെ ഇറാന്റെ പ്രമുഖ ശാസ്ത്രജ്ഞർ അടക്കം കൊല്ലപ്പെട്ടിരുന്നു. ഇസ്രയേലിനെ നശിപ്പിക്കണമെന്നാണ് പതിവായി ആഹ്വാനം ചെയ്യുന്ന ടെഹ്റാൻ തങ്ങളുടെ ആണവ പദ്ധതി പൂർണ്ണമായും സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് വാദിക്കുന്നു. എന്നിരുന്നാലും യുദ്ധത്തിന് മുൻപ് ഇറാൻ ആയുധ നിലവാരത്തിന് തൊട്ടു താഴെയുള്ള അളവിൽ യുറേനിയം സമ്പുഷ്ടീകരിച്ചിരുന്നു. അതിന് സമാധാനപരമായ ഉപയോഗമൊന്നുമില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും രോഗങ്ങൾക്കും ജനങ്ങളുടെ ആരോഗ്യത്തിനും വേണ്ടിയാണ് ഇതെല്ലാം ഉദ്ദേശിക്കുന്നത്. ഇറാന്റെ ആണവ പ്രവർത്തനങ്ങളെ പരാമർശിച്ചുകൊണ്ട് പെസഷ്ക്യാൻ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ടെഹ്റാൻ തങ്ങളുടെ ആണവ പദ്ധതി അല്ലെങ്കിൽ മിസൈൽ പദ്ധതിയെക്കുറിച്ച് US-മായി നേരിട്ട് ചർച്ച നടത്തുവാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. ഇസ്ലാമിക് റിപ്പബ്ലിക് യുറേനിയം സമ്പുഷ്ടീകരിക്കുവാനുള്ള കഴിവ് ഉപേക്ഷിക്കണമെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ഞങ്ങളുടെ മിസൈൽ പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ ഒരിക്കലും ചർച്ച ചെയ്യില്ല. യുക്തിസഹമായ ഒരു പ്രവർത്തനവും നിരായുധീകരിക്കില്ല. യുറേനിയം സമ്പുഷ്ടീകരണം തടയാൻ ഞങ്ങൾക്ക് കഴിയില്ല. യുദ്ധത്തിലൂടെ നേടാൻ കഴിയാത്തത് രാഷ്ട്രീയത്തിലൂടെ നേടാനും കഴിയില്ല. വാഷിംഗ്ടണുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. പക്ഷേ പരോക്ഷ ചർച്ചകൾക്കായി ഒരു കരാറിലെത്തുവാൻ കഴിയും. ഖത്തറി മാധ്യമങ്ങളോടായിരുന്നു ഈ ഒരു പ്രതികരണം. ഞങ്ങളുടെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ആശങ്കകൾ നീക്കുവാൻ ചർച്ചകൾക്ക് ഞങ്ങൾ തയ്യാറാണ്. അതിന്റെ സമാധാനപരമായ സ്വഭാവത്തിൽ ഞങ്ങൾക്ക് ആത്മവിശ്വാസവുമുണ്ട്. ന്യായമായ ഒരു കരാറിലെത്തുന്നത് സാധ്യമാണ്. പക്ഷേ വാഷിംഗ്ടൺ അസ്വീകാര്യവും അസാധ്യമായ വ്യവസ്ഥകൾ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് അറാഖ്ചി കൂട്ടിച്ചേർത്തത്.